Hello dears, welcome to my channel. It's me, Sahla. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരു ചായയുടെ റെസിപ്പിയാണിത്. വെറും ചായയല്ല, നല്ല ടേസ്റ്റുള്ള നല്ല റിച്ചായ ഒരു ക്രീമി മസാല ടീ അല്ലെങ്കിൽ ഒരു കറക് ടീ. നമ്മളെപ്പോഴും ഒരേ ചായ തന്നെയല്ലേ കുടിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി ചായയാണിത്. ടീ ലവേഴ്സിനൊക്കെ ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇനി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും എല്ലാവരും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിപ്പോൾ ഒരു വലിയ ഗ്ലാസ് ചായക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇതിനായിട്ട് ആദ്യം കുറച്ച് സ്പൈസസ് വേണം. ഒരു 3 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ 2 കഷ്ണം പട്ട, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. ഇതിൽ ഗ്രാമ്പൂവിൻ്റെയും ഇഞ്ചിൻ്റെയും അളവ് കൂടാതെ നോക്കണം. അത് കൂടിയാലൊരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ ഇഞ്ചി ഒന്ന് ചതക്കണം. ബാക്കി 3 ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കുകയും വേണം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് എത്ര ചായ വേണോ അത്രയും പാൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ഒഴിക്കണം. ഈ ചായ ചെറിയ തേയിലിട്ട് നമ്മൾ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് വെള്ളം എക്സ്ട്രാ ഒഴിക്കാൻ പറയുന്നത്. ഇപ്പോൾ ഈ പാലൊന്ന് ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർക്കണം. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നല്ലൊരു കട്ടി ഉണ്ടാവും, അതുപോലെ കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് നമ്മുടെ മധുരത്തിന് ആവശ്യമായത് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല, ബാക്കി കുറച്ച് പഞ്ചസാര കൂടി ചേർക്കും. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചതും പൊടിച്ച് വെച്ചതും ഒക്കെ ഇതിലേക്ക് ചേർക്കാം. തിളക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചേർക്കണം. ഇതും കൂടെ ഇട്ടിട്ട് വേണം തിളക്കാൻ. ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ട് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചായയാണിത്. ഗസ്റ്റിന് മാത്രമല്ല, നമ്മളെപ്പോഴും സാധാരണ ചായയല്ലേ കുടിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കുടിക്കാം. ഇപ്പോൾ ഇതിന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കടുപ്പം വേണോ അതിനനുസരിച്ച് ചായപ്പൊടി ഇടാം. ഞാനിപ്പോൾ ടീ ബാഗാണ് ഇടുന്നത്. നിങ്ങൾക്ക് കടുപ്പത്തിനനുസരിച്ച് ടീ ബാഗ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് പൊന്തുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം വീണ്ടും സിമ്മാക്കി വെക്കും. ഇപ്പോൾ തീ സിമ്മിലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളിതിലേക്കിട്ട സ്പൈസസിൻ്റെ ടേസ്റ്റൊക്കെ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇറങ്ങണം. എന്നിട്ട് ഈ പാല് നല്ല കുറുകി ഒരു നല്ല കട്ടിയുള്ള ചായ ആവണം. ഈ സമയത്ത് ഇതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ബാക്കി മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചായ കുറുകി പാകത്തിന് കടുപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ടീ ബാഗ് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കണം. കുറച്ച് സാഫ്രോണാണിത്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് തീ ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ടൊന്ന് തിളച്ച് പൊന്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നല്ല എരിവുള്ള എന്തെങ്കിലും പലഹാരത്തിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. അപ്പോൾ ഈ സ്പെഷ്യൽ ടീ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായമൊക്കെ അറിയിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.